ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് സമരത്തിലേക്ക് വരുന്നത്, ആശാപ്രവർത്തകരുടെ സമരത്തിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടുവല്ലോ. അതൊരു കാഴ്ചയാണ്. ഇതുപോലെ ഇതിനു മുമ്പ് അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ മറച്ചുവെച്ച ചില കാഴ്ചകളുണ്ട്. അത് നമുക്കറിയുന്ന പോലെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ്. നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവില്ല, കാരണം മുഖ്യധാര മാധ്യമങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മറച്ചുവെച്ച വാർത്തകളാണ്. വയ്യാത്ത മകനെയും കൊണ്ട് ഗുരുവായൂരിൽ വന്ന ഒരു യുവതി, കോയമ്പത്തൂരിൽ നിന്നുള്ള മലയാളിയായ യുവതി. അവർക്കറിയാവുന്നത് സുരേഷ് ഗോപിനെയാണ്. അപ്പോൾ ആരോ പറഞ്ഞു സുരേഷ് ഗോപിനെ ചെന്ന് കണ്ടാൽ സഹായം കിട്ടുന്നു. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സുരേഷ് ഗോപിയുടെ അടുത്ത് മകനെയും കൊണ്ട് ചെന്നു. വിവരം പറയുന്ന നേരത്ത് ഗോവിന്ദനെ പോയി കാണാൻ പറഞ്ഞു. അല്ല, ഗോവിന്ദൻ മാഷെ പോയി കാണാൻ പറഞ്ഞു. ഈ യുവതിക്ക് സുരേഷ് ഗോപി കളിയാക്കി വിട്ടതാണ് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയവുമായ, ഏറ്റവും സങ്കടകരമായ കാര്യം. സാറ് ഗോവിന്ദൻ മാഷെ കാണാൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആറാട്ട് നാളിൽ ദർശനത്തിനു ശേഷം സുരേഷ് ഗോപി പ്രസാദകൂട്ട് വിളമ്പുന്നതിനിടെയാണ് കോയമ്പത്തൂരിൽ താമസിക്കുന്ന സിന്ധു എന്ന വീട്ടമ്മ 1.5 വയസ്സുള്ള മകൻ അശ്വിനുമായി സുരേഷ് ഗോപിക്ക് സമീപത്തെത്തിയത്. മാസ്റ്റോസൈറ്റോസിസ് എന്ന അപൂർവ രോഗത്തിന് ചികിത്സയിലാണ് തന്റെ മകനെന്ന് സിന്ധു പറഞ്ഞു. ഒരു മാസം മരുന്നിന് മാത്രം 50,000 രൂപയോളം ചിലവുണ്ട്. തന്റെ വിഷമാവസ്ഥ വിവരിച്ചപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററെ കാണാനാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്ന് സിന്ധു പറഞ്ഞു. എന്നാൽ ഗോവിന്ദൻ മാസ്റ്റർ ആരാണെന്ന് അറിയാത്തതിനാൽ അവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് സിന്ധു അദ്ദേഹം ആരാണെന്ന് ആരായുകയായിരുന്നു. രാഷ്ട്രീയമൊന്നും തനിക്കറിയില്ലെന്നും കോടീശ്വരൻ സ്ഥിരമായി ടിവിയിൽ കാണാറുണ്ടെന്നും അതിനാലാണ് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ സഹായം തേടിയതെന്നും സിന്ധു പറഞ്ഞു. മകന്റെ രോഗാവസ്ഥ മൂലം ജോലിക്ക് പോകാനാവുന്നില്ല. സുമനസുകളുടെ സഹായത്തിലാണ് ചികിത്സ മുന്നോട്ടു പോകുന്നതെന്നും അവർ പറഞ്ഞു. ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയപ്പോൾ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടപ്പോൾ സഹായം അഭ്യർത്ഥിച്ചതാണെന്നും അവർ പറഞ്ഞു. ഒരമ്മയുടെ വിവരണാതീതമായ സങ്കടത്തിന് മുമ്പിൽ അവരെ കളിയാക്കുക എന്നുള്ള ഒരു കർമ്മം ചെയ്ത ആ നേതാവ്, അല്ലെങ്കിൽ ആ മഹാനടൻ, ആ നന്മമരം, അതെ, പക്ഷെ അത് ഗുരുവായൂർ നടയിൽ വെച്ചാണ് സംഭവിച്ചത് എന്നുള്ളതുകൊണ്ട് ലോകമധികം അറിയാതെ പോവുമായിരുന്ന ആ ഒരു കാര്യത്തെ ലോകത്തെത്തിക്കുകയും അവർക്ക് യഥാർത്ഥ സഹായത്തിനുള്ള വഴി തെളിയുകയും ചെയ്തു എന്നുള്ളത് ഗുരുവായൂരപ്പന്റെ കടാക്ഷം തന്നെയാണ്. അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി ഇടപെടൽ നടത്തുമെന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മയെ വിളിച്ച് ആശ്വസിപ്പിച്ചതായും വാർത്ത വരുന്നു. പക്ഷെ ഗുരുവായൂർ നടയിലല്ലേ, അവർക്ക് വേണ്ട സഹായം ഗോവിന്ദൻ ചെയ്തു കൊടുത്തു. പാർട്ടി സെക്രട്ടറി ഗോവിന്ദനല്ല, കേരള സർക്കാരിന്റെ പ്രതിനിധികളെ, ആരോഗ്യമന്ത്രി. ചിലർക്ക് വിശുദ്ധ പദവി നൽകാൻ വേണ്ടി മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. നമുക്കതറിയില്ല, നമുക്കത് പറയാനും അറിയില്ല.